കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിന് ആശ്വാസ ജയം. തൃശൂർ ടൈറ്റൻസിനെ 17 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നേടിയ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് പുറത്താകാതെ നേടിയ സെഞ്ചുറി മികവിൽ 20 ഓവറിൽ ട്രിവാൻഡ്രം റോയൽസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ തൃശൂർ ടൈറ്റൻസിന്റെ പോരാട്ടം 20 ഓവറിൽ 184 റൺസിന് അവസാനിക്കുകയായിരുന്നു. കളിയുടെ കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, എത്രത്തോളം ആവശ്യമായിരുന്നു ഇന്നത്തെ മത്സരം? വിഷ്ണു, തീർച്ചയായും ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഒരു ആശ്വാസ ജയം എന്ന് പറയാൻ സാധിക്കും. കാരണം ഏകദേശം ഈ ഒരു ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായൊരു ടീമാണ് ട്രിവാൻഡ്രം റോയൽസ്. സെമി കാണാതെ പുറത്തായ, ഒഫീഷ്യലി ഔദ്യോഗികമായി പുറത്തായിട്ടില്ലെങ്കിൽ പോലും ഏകദേശം പുറത്തേക്ക് വാതിൽ തുറന്നൊരു ടീമാണ് ട്രിവാൻഡ്രം റോയൽസ്. ആ ട്രിവാൻഡ്രം റോയൽസ് ആണ് ഇപ്പോൾ തൃശ്ശൂർ ടൈറ്റൻസിനെതിരെ ഒരു ആശ്വാസ ജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയം ഈ നായകൻ കൃഷ്ണപ്രസാദിൻ്റെ ഒരു പ്രകടനമാണ്. സെഞ്ചുറി പ്രകടനം എന്ന് പറയാൻ സാധിക്കും. 119 62 പന്തിൽ 119 റൺസ് എടുത്ത കൃഷ്ണപ്രസാദിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് എന്തായാലും ട്രിവാൻഡ്രം റോയൽസിനെ ഇന്ന് ഒരു വിജയത്തിൽ കൊണ്ടെത്തിച്ചത്. സാധാരണഗതിയിൽ പല മത്സരങ്ങളിലും ട്രിവാൻഡ്രം റോയൽസ് അവസാനം പൊരുതുമെങ്കിലും അവസാനം കളി കൈവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായി അവസാനം വരെ മികച്ച പ്രകടനം തന്നെ ട്രിവാൻഡ്രം റോയൽസ് കാഴ്ചവെച്ചു എന്ന് പറയാൻ സാധിക്കും. ഒപ്പം ബോളിങ്ങിലും ആ ഒരു മികവ് പുലർത്തി. ഇടയ്ക്ക് ചെറിയ രീതിയിലൊന്ന് കളി കൈവിട്ടെങ്കിലും അവസാനം വരെ ബോളിങ്ങിൽ മികവ് പുലർത്തി. ബേസിൽ തമ്പി അടക്കമുള്ളവർ തുടക്കത്തിൽ മുതൽ തന്നെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞത് എന്തായാലും ട്രിവാൻഡ്രം റോയൽസ് എന്നൊരു വിജയം നേടാനായി എന്ന് പറയാൻ സാധിക്കും. മറുവശത്ത് തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിന് തുടക്കം മുതൽ തന്നെ, അതായത് ഈ ഇന്നിങ്സിൻ്റെ തുടക്കം മുതൽ തന്നെ പതർച്ചയാണ്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. സ്കോർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രോഹിത്തിനെ ടീമിന് നഷ്ടമായി. പിന്നീട് ഇമ്രാൻ 38 റൺസ് എടുത്ത ഇമ്രാൻ്റെ വിക്കറ്റ് നഷ്ടമായി. കൃത്യമായ ഇടവേളകളിൽ ട്രിവാൻഡ്രത്തിൻ്റെ ബോളർമാർ തൃശ്ശൂരിൻ്റെ വിക്കറ്റുകൾ കൃത്യമായി വീഴ്ത്തിക്കൊണ്ടിരുന്നു എന്ന് പറയാൻ സാധിക്കും. അവസാന നിമിഷം, അവസാന പന്ത് വരെ, അതായത് അക്ഷയ് മനോഹറും ഒപ്പം വിനോദ് കുമാറും പൊരുതിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാനായില്ല. അക്ഷയ് 27 റൺസ് എടുത്തെങ്കിൽ വിനോദ് കുമാർ 19 പന്തിൽ നിന്ന് 41 റൺസാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ലീഗ്, കേരള ക്രിക്കറ്റ് ലീഗ്, അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രം, 2-3 ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇനി എല്ലാ ടീമിനും ഓരോ മത്സരങ്ങൾ കൂടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. തൃശ്ശൂരിനും ഒരു മത്സരം, ട്രിവാൻഡ്രത്തിനും ഒരു മത്സരം ഇനിയുണ്ട്. ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ 1-2 മത്സരം അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ എന്തായാലും ഈ ഒരു സീസണിലെ ലീഗ് ഘട്ടം പൂർണ്ണമാകും. 5-ാം തീയതിയാണ് സെമി ഫൈനൽ, 7-ാം തീയതി ഫൈനൽ മത്സരവും നടക്കും. എന്തായാലും മത്സരം അവസാന ലാപ്പിലേക്ക്, അല്ലെങ്കിൽ ലീഗ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെ ഓരോ മത്സരവും ആവേശം അത് ഒട്ടും ചോരാതെ മികച്ച രീതിയിൽ, അല്ലെങ്കിൽ അവസാന ഓവർ വരെയൊക്കെയുള്ള ആവേശങ്ങൾ എന്തായാലും ഓരോ മത്സരത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു, ശരി, നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.